ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ കായംകുളം കായലിൽ നിന്ന് അശാസ്ത്രീയമായി മണലെടുക്കുന്നത് നിർത്തണമെന്നാവശ്യപ്പെട്ടും ജനകീയ സമരസമിതി പ്രവർത്തകരെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചും ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ മണിവേലിക്കടവിൽ പ്രതിഷേധ ജനകീയ കൺവെൻഷൻ നടത്തി. ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൈമൂനത്ത് ഫഹദ് ഉദ്ഘാടനം ചെയ്തു. ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയ അധ്യക്ഷയായി. പരിസ്ഥിതി ലോല പ്രദേശമായ മണിവേലിക്കടവിൽ ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ കായംകുളം കായലിൽ നിന്ന് നിയമവിരുദ്ധമായും അനധികൃതമായും മണൽ ഖനനം നടത്തുന്നതിനെതിരെ സമരരംഗത്തുള്ള ജനകീയ സമരസമിതി പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് മണിവേലിക്കടവിൽ ജനകീയ പ്രതിഷേധ കൺവെൻഷൻ സംഘടിപ്പിച്ചു. നാടിന്റെ നിലനിൽപ്പിന് ഭീഷണിയായ മണൽ ഖനനം അവസാനിപ്പിക്കുക, പരിസ്ഥിതി ലോല പ്രദേശത്തെ അശാസ്ത്രീയമായ ഖനനം അവസാനിപ്പിക്കുക, ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള പൗരന്റെ അവകാശം സംരക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് കൺവെൻഷൻ നടത്തിയത്. ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൈമൂനത്ത് ഫഹദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു കാരണവശാലും ഇങ്ങനെ ഒരു കായൽ ഡ്രെഡ്ജിംഗ് നടത്തുമ്പോൾ CRZ അനുമതി ഇല്ലാതെ നടത്താൻ പറ്റില്ല. അവര് സർക്കാർ ഉത്തരവുണ്ട് എന്നതിന്റെ പേരിൽ യാതൊരുവിധ നിയമ നടപടികളും നടത്താതെ അശാസ്ത്രീയമായി തന്നെയാണ് ഈ ഖനനം നടത്തുന്നതെന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പൊ ഇതിനെ പ്രതിരോധിക്കണമെങ്കിൽ നമുക്ക് ജനകീയ കൂട്ടായ്മ ഉണ്ടായെങ്കിൽ മാത്രമേ പറ്റൂ. ആറാട്ടുപുഴ പഞ്ചായത്ത് ഇതിന് യാതൊരുവിധ അനുമതിയും കൊടുത്തിട്ടില്ല. കഴിഞ്ഞ ഭരണസമിതിയും കൊടുത്തിട്ടില്ല, ഇപ്പൊ കയറിയ ഭരണസമിതിയും കൊടുത്തിട്ടില്ല. 100% ഇതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആറാട്ടുപുഴ ഭരണസമിതി നിങ്ങളുടെ ഒപ്പം ചേർന്ന് നിന്ന് തന്നെ. വലിയഴീക്കൽ പൊഴിമുഖത്ത് നിന്ന് വടക്കോട്ട് പതിയാങ്കര വരെ വരുന്ന ഭാഗങ്ങളിൽ നിന്ന് ഈ ഭാഗികമായി 1 മീറ്റർ ആഴത്തിൽ മണലെടുത്ത് ഈ ആവശ്യപ്പെടുന്ന 1 ലക്ഷം MQ മണ്ണ് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ ഈ കരാർ കമ്പനികള് സർക്കാർ ഉദ്യോഗസ്ഥരെ, ഇവിടുത്തെ ജനപ്രതിനിധികളെയും നാട്ടുകാരെയും നോക്കുകുത്തുകളാക്കിക്കൊണ്ട് ഒരു പ്രദേശം 3 മാസക്കാലം 12-13 മീറ്റർ ആഴത്തിൽ ഡ്രഡ്ജ് ചെയ്ത് മണൽ കൊണ്ടുപോയി. ആ മണൽ എന്താ അവർ ചെയ്തത്? ദേശീയപാതയ്ക്ക് കൊണ്ടുപോയത് നിരവധി തവണ നമ്മൾ പുറകെ പോയി അന്വേഷിച്ചു. പലപ്പോഴും അവരുടെ വാഹന വാടകയ്ക്കും ഡ്രഡ്ജർ വാടകയ്ക്കും മറ്റ് ചെലവിനും വേണ്ടി ദേശീയപാത അതോറിറ്റി പണം കൊടുക്കാതെ വരുമ്പോൾ ഈ മണല് വിറ്റ് അവരുടെ ദൈനംദിന ചെലവിനുള്ള പണം കണ്ടെത്തുന്നവരെയുള്ള തെറ്റായ പ്രവണത കരാറുകാർ. എല്ലാവരും ഒന്നിച്ചു നിന്ന് ഇതിനെ എതിർത്ത് ഇല്ലാതാക്കുകയല്ലാതെ വേറെ ഒരു മാർഗവും നമ്മുടെ മുന്നിൽ ഇപ്പൊ ഇല്ല. അതിനെല്ലാവരും ഒന്നിച്ചു നിന്ന് ഒരു മനസ്സോടുകൂടി ഇതിന്റെ പിന്നിൽ അണിനിരന്ന് ഇതില്ലാതാക്കാൻ എല്ലാവരെയും ഞാൻ ഒരു വാർഡ് മെമ്പർ എന്ന രീതിയിലും ഇതിന്റെ ഈ കൂട്ടായ്മയുടെ പേരിലും എല്ലാവരെയും ഞാൻ ഇതിനകത്തോട്ട് ക്ഷണിക്കുകയാണ്. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കലാ കൈലാസ് സമരപ്രമേയം അവതരിപ്പിച്ചു. മത്സ്യത്തൊഴിലാളി യൂണിയൻ AITUC ദേശീയ സെക്രട്ടറി R പ്രസാദ്, കരിമണൽ ഖനന വിരുദ്ധ സമിതി സെക്രട്ടറി B ഭദ്രൻ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ബിനു പൊന്നൻ, CPI കാർത്തികപ്പള്ളി മണ്ഡലം സെക്രട്ടറി A ശോഭ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S ശ്യാംകുമാർ, ദേശീയപാത സമരസമിതി കൺവീനർ ദിനേശ് ചന്ദ്ര, ആറാട്ടുപുഴ തെക്ക് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് GS സജീവൻ, വടക്ക് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M ഷഫീഖ്, മത്സ്യത്തൊഴിലാളി യൂണിയൻ ട്രഷറർ K അജി എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പർ പ്രിയ അധ്യക്ഷയായി. TP അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. അനിൽ പ്രസാദ് നന്ദിയും പറഞ്ഞു. സമരപന്തലിലേക്ക് മണിവേലിക്കടവിൽ നിന്ന് ആരംഭിച്ച പ്രകടനവും നടന്നു. CDNet ന്യൂസ്, കായംകുളം.